നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൽ പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ നോക്കാം. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ആക്ച്വലി എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്? അല്ലേ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനെ സൂചിപ്പിക്കുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആക്ഷൻ ദാറ്റ് ആർ ഓൺ ഗോയിങ് ഇൻ ദ പ്രസൻറ്റ്. അതായത് വർത്തമാനകാലം, പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നതാണ് വർത്തമാനകാലം. അപ്പോൾ വർത്തമാനകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ രൂപം ഏതാണ്? സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing. എക്സാമ്പിൾ നോക്കാം. ഹീ ഈസ് റീഡിങ്. അവൻ വായിച്ചു കൊണ്ടിരിക്കുന്നു. വി ആർ ലേണിംഗ്. ഞങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്നു. These are the examples for present continuous tense. Next, past continuous tense. Actions that were ongoing at some point in the past. അതായത് കഴിഞ്ഞ ഏതെങ്കിലും സമയത്ത്, അതായത് ഭൂതകാലത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഷീ വാസ് ഡാൻസിങ്. ഷീ വാസ് ഡാൻസിങ്. അവൾ നൃത്തം ചെയ്യുകയായിരുന്നു. ദേ ആർ സിംഗിങ്. അവർ പാടുകയായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ വേറൊരു പോയിൻ്റ് ഓർക്കുന്നുണ്ടായിരുന്നു വെച്ചാൽ, ഇപ്പോൾ പ്രവൃത്തി നടന്നപ്പോൾ മറ്റൊന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുവാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെൻ ഐ വെൻറ്റ് ദർ ഹി വാസ് സ്ലീപ്പിങ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. അവൻ ഉറങ്ങുകയായിരുന്നു, ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് വരിക. Then I was reading when the light went out. കറണ്ട് പോയപ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, കറണ്ട് പോയപ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദിസ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമാറ്റ്. നെക്സ്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്? So used to indicate an action will continue in the future. അതായത് ഭാവിയിൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കാം. I shall be studying at 6 o'clock. I shall be studying at 6 o'clock. ഇതിൻ്റെ ഫോമാറ്റ് ഇതാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. വിൽ ഓർ ഷാളിൻ്റെ കൂടെ നമ്മൾ ഒന്നുകൂടി ആഡ് ചെയ്യുന്നുണ്ട് ബി. അതിനുശേഷം വെർബിൻ്റെ കൂടെ ing ആഡ് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ ഇതാണ്. I shall be studying at 6 o'clock. I shall be studying at 6 o'clock. അതായത് 6 മണിക്ക് ഞാൻ പഠിക്കുകയായിരിക്കും. He will be sleeping when I come. ഞാൻ വരുമ്പോൾ അവൻ ഉറങ്ങുകയായിരിക്കും. They will be traveling tomorrow. നാളെ അവർ യാത്ര ചെയ്യുകയായിരിക്കും. These are the examples for future continuous tense. Present continuousൽ ഈ ഫോർമാറ്റ് പഠിക്കാം. ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ing. പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് വെർബ് പ്ലസ് ing. ആൻഡ് ഇൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ, ഈ ഫോർമാറ്റ് എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതി പഠിക്കാം. സോ ഇറ്റ് വിൽ ബി വെരി ഈസി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പെർഫെക്റ്റ് ടെൻസ് നോക്കാം. പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എനി ഡൗട്ട് പ്ലീസ് കമൻറ്റ് ബിലോ.